ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഫിഷ് വെച്ചിട്ട് നല്ല സൂപ്പർ ഒരു മസാല ഉണ്ടാക്കാൻ നോക്കിയാലോ. നല്ല സിമ്പിളാണ്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു മസാലൻ്റെ റെസിപ്പി ആയിട്ടാ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വീഡിയോ നോക്കുക, ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫിഷ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിന് നടക്കി ഇതുപോലെ വരയിട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മസാല പിടിക്കണമെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏത് ഫിഷ് എങ്കിലും എടുക്കാം കേട്ടോ, അതിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ആവോലിയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞളും 1/4 ടീസ്പൂണോളം കുരുമുളക്, 1/4 ടീസ്പൂണോളം ഗരം മസാല. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം തൈരും ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന വിധത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ പ്രത്യേകിച്ചിട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ തൈരിൽ തന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് 10 മിനിറ്റിന് ശേഷം ഒരു ചീനച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചെടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫിഷ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 2 സൈഡൊന്ന് കളർ മാറി വരുന്നത് വരെ ഫ്രൈ ചെയ്ത് കൊടുക്കുക. ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫിഷ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് കുക്കായി കിട്ടും. ഫുൾ ഫ്ലെയിമിൽ വെച്ചാലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ നമുക്കിപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്, നല്ല പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു സൈഡും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പം നമ്മൾ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 3 സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ സവാള ഏകദേശം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു 5-6 പച്ചമുളക് ചെറുതായിട്ട് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഈ കുക്കറൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് 2 പീസിലൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ കുക്കർ അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ ആക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ 2 പീസിൽ അടിച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അതേ പാത്രത്തിലേക്ക് തന്നെ 1 ടീസ്പൂണോളം ഓയിൽ വെച്ചെടുക്കുക. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂണോളം മഞ്ഞൾ, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരണം. സ്മെല്ല് മാറി വന്ന് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് തക്കാളി സവാളയൊക്കെ ഇട്ട് നമ്മൾ നന്നായിട്ട് ഇപ്പോൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ആഡ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്കൊരു ചെറുനാരങ്ങയുടെ പകുതിയും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറുനാരങ്ങയൊക്കെ വെച്ചെടുത്ത ശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ അടിപൊളി ഫിഷിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫിഷും കൂടിയും വെച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ അടിപൊളി ഫിഷ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് പിന്നെ കാണാം. ബൈ, താങ്ക് യു.